സൂസ, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഉണ്ടല്ലേ? എനിക്കും തോന്നി. ഇന്നലെ രാത്രി കുരുവേട്ട മേടിച്ചിട്ട് വന്ന സാരിയാണ്. എന്റെ മനസ്സങ്ങാട് വായിച്ചെടുക്കുക മനുഷ്യൻ. എന്റെ പ്രാഞ്ചേട്ടനും അങ്ങനെ തന്നെയാ. പക്ഷെ ഇങ്ങനത്തെ ഒന്നും വാങ്ങില്ല. കുറച്ചു വില കൂടിയാലും വേണ്ടിയില്ല, നല്ലത് എടുക്കാന്ന് പറയും. ഇത് നല്ല വിലയെ സാരിയാണ്. എന്റെ ആലീസി ചേച്ചിയെ, ഈ 2000-3000 ഒന്നും ഒരു വിലയല്ലെന്നേ. കുറഞ്ഞത് ഒരു 7000 രൂപ. അതീ കുറഞ്ഞൊന്നും നീ എന്ത് പോഴത്തരോ നീ പറയണത്? വില കൂടിയതുകൊണ്ട് തുണി നന്നാവോ? വലിയ കടക്കാര് ജാട കാണിച്ചു വരുന്നവരെ പറ്റിക്കാൻ വേണ്ടി 150 രൂപയുടെ സാരി 7000 രൂപ എന്ന് പറഞ്ഞ് വിൽക്കും. അല്ലാതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സൂസ? ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോണ്ടേ? എത്ര പേർക്ക് ശമ്പളം കൊടുത്താലാണ്? അങ്ങനെ വാങ്ങണ ചില പൊട്ടന്മാരൊക്കെ ഉണ്ടേ. പക്ഷെ ചിലരുണ്ട് 150 രൂപയുടെ സാരി വാങ്ങും. എന്നിട്ട് ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഭാര്യമാരുടെ അടുത്ത് ചെന്ന് പറയും, എടി ഇതിന് 7000 ആണെന്ന്. അവറ്റകൾ അത് വിശ്വസിക്കുകയും ചെയ്യും. അതെ അതെ, എന്തായാലും നമ്മൾ അങ്ങനെയല്ലല്ലോ. അല്ല ചേച്ചി, ചേച്ചി ഫേഷ്യൽ ചെയ്തില്ലേ? എന്താണ്? മുഖത്തൊക്കെ ഒരുമാതിരി എണ്ണ മെഴുക്ക്. മേക്കപ്പ് ഇത്തിരി ഓവറാട്ടാ. അയ്യോ എന്റെ സൂസ, ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ജന്മനാൽ ഇങ്ങനെയാണേ. ചെറുപ്പത്തില് നല്ലോണം ഫ്രൂട്ട്സ് തിന്നുമായിരുന്നു ഞാൻ. അങ്ങനെ ഇങ്ങനെ ആയിപ്പോയതാണ്. ഫ്രൂട്ട്സാ? നിങ്ങളുടെ വീട്ടിനടുത്തിരിക്കുന്ന ഞാവൽപ്പഴമാണോ? എനിക്കിഷ്ടമല്ല ഇതിന്റെ കയ്പ്. അത് മാത്രമല്ലേ, പല്ലിന് നാക്കിലൊക്കെ കറയും പിടിക്കും. ഞാവൽപ്പഴോ? ഈ കറുത്തിട്ട് ഉരുണ്ടിരിക്കുന്ന സാധനോ? മോളെ സൂസ, ഞാൻ ആപ്പിൾ നിന്നിരിക്കുന്ന സമയത്ത് നീ ആയിരിക്കും അത് തിന്നിട്ടുണ്ടാവണം. എനിക്ക് നിങ്ങളുടെ അപ്പനെ പോലെ മാർക്കറ്റിൽ നിന്ന് പഴയ ആപ്പിൾ വാങ്ങിക്കൊണ്ടുവരാനൊന്നും ആളുണ്ടായിരുന്നില്ലേ? അലിസേ, ഇത് എത്ര നേരം വിളിക്കണത്? എവിടെങ്കിലും പോണ നേരത്താണ് അവളുടെ നാട്ടുവർത്താനം. നിങ്ങളുടെ വായിരിക്കണ കേക്കൂട്ടാ, അല്ലെങ്കിൽ തന്നെ എനിക്ക് വാതകറിയിരിക്കണേന്ന്. സൂസേ, പള്ളിയിലെ കുർബാന കൈക്കൊള്ളപ്പാട് കഴിഞ്ഞിട്ടേ നാളെ കാലത്ത് വരുള്ളൂ. അല്ല, ആരുടെന്നാ പറഞ്ഞേ? ഇവളുടെ ചേച്ചിയുടെ ഭർത്താവിന്റെ ഇളയമ്മയുടെ കുട്ടറെ. ഓ, ഞാനതങ്ങ് മറന്നു. വാ പോവാ, നടക്ക്. ശരിയാക്കി തരാട്ടാ. വാ ചേട്ടാ, നമുക്ക് പോയിട്ട് വരാം. ഒരു ചാടക്കാരി വന്നിരിക്കുന്നു. കറണ്ടില്ലേ? എന്ത് പറയാനാ പ്രാഞ്ചേട്ടാ, ഉച്ചക്ക് 2 മണിക്ക് പോയ കരണ്ടാ. ടാങ്കിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. അയ്യോ, അതെ, ഇതെന്റെ ആത്മാർത്ഥ 2 സുഹൃത്തുക്കളാണ്. ഇത് ശംഭു, ഇത് ഗോപി. നമസ്കാരം. അകത്തേക്ക് ഇരിക്കാം. അതെ, നീ ആ എമർജൻസി ഒന്ന് കത്തിച്ചു വെച്ചേ. ഇൻവെർട്ടറില്ലേ? ഇൻവെർട്ടർ അതിന്റെ ബാറ്ററി ചാർജ് ഇവിടെ നേരാക്കൊണ്ടത്, പിന്നെ ശരിയാക്കിയിട്ടില്ല. ഉമ്മക്ക് എവിടുന്ന നേരം. പിന്നെ സൂസേ, ഇവരിവിടെ നിന്ന് തങ്ങൂട്ടാ. പൊരിക്കാനും വറക്കാനും എന്തുട്ടാ ചായക്കോ? എന്തേ കരണ്ട് വെള്ളമൊന്നും ഇല്ലാത്തപ്പോഴാണോ ഇവരെ സൽക്കരിക്കുന്നത്? സൂസ, അവർക്കൊന്നും പ്രശ്നമില്ല. ഇവള് ചോദിക്കണേ, ഈ കരണ്ടും വെള്ളമൊന്നും ഇല്ലാത്തപ്പോഴാണോ ഇവരെയും കൊണ്ട് വന്നേക്കണേന്ന്. ഇവരും ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നവരാ. അവസ്ഥയൊക്കെ കണ്ട അവർക്കും മനസ്സിലാവും. എന്റെ പെങ്ങളെ, ഞങ്ങളൊന്ന് വെച്ച് ബോംബെയില് ഇതിലും ഗതികേടിൽ കഴിഞ്ഞിട്ടുണ്ട്. കരണ്ടോ വെള്ളം മാത്രമല്ല, മര്യാദയ്ക്കൊന്നും വെളിക്കിരിക്കാൻ പോലും സൗകര്യണ്ടായിട്ടില്ല. അപ്പനെ ധിക്കരിച്ചിട്ട് ഗൾഫിൽ പോകാൻ വേണ്ടി ബോംബെ പോയതാ. അവിടെ വെച്ച് വരണ പരിചയപ്പെടണേ. പിന്നെ ഒരു 5-6 മാസം ഓരോ മനസ്സും ഓരോ അവസ്ഥയും. ഇന്നിപ്പോ അവിചാരിതമായിട്ട് ഇവരുടെ മാർക്കറ്റിൽ നിന്ന് കാണണേ. മാർക്കറ്റിലോ? ഇവരിപ്പോ വലിയ സീരിയലിന്റെ ആൾക്കാരാണ്. ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ തേടി ഇറങ്ങിയതാ. പെങ്ങള് വിചാരിക്കുന്ന മാതിരി സീരിയൽ എന്നല്ല കേട്ടോ, ഡോക്യുമെന്ററി. ഞങ്ങളുടെ ആദ്യത്തെ ഡോക്യുമെന്ററിക്ക് തന്നെ അവാർഡ് കിട്ടി. അത് ബോംബെയിലെ ചേരിയെ കുറിച്ചായിരുന്നു. അല്ല, എന്താ ഉണ്ടാക്കണ്ടേ? ഞങ്ങള് വന്നു കരുതി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ട, പെങ്ങൾക്ക് ആവുന്നു മാത്രം മതി. ചേട്ടനും ഭാര്യയും ഇവിടെ തന്നെയാണ് താമസം. അവരിപ്പോ ഇവിടെ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചേ. അല്ല, അവരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഈ ഒരു പ്രൈവസി നഷ്ടപ്പെടുവേ. അല്ല, ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് തന്നെ താമസിക്കുന്നത് അതിബുദ്ധിയാണേ. എന്നുവെച്ചാ അതൊക്കെ ഞാൻ പറഞ്ഞടാ. ഇപ്പൊ ചെന്ന് കുളിച്ച് ഫ്രഷ് ആവ്. എവിടെ കുളിക്കാനാ? ഒരു തുള്ളി വെള്ളം ഉണ്ടോ ടാങ്കിൽ? അയ്യോ, അത് ശരിയാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്താലോ, കിണറ്റിൻകാരെ ചെന്നിട്ട് വെള്ളം കോരി കുളിച്ചാലോ? ഓക്കെ, വാ.
ഞാൻ KCB-ലേക്ക് ഒന്ന് വിളിക്കട്ടെ, എന്താ കാര്യം അറിയണല്ലോ. നീ ഇങ്ങോട്ട് വന്ന സൂസൻ പറയട്ടെ. ഇവിടെ ഇരുന്ന നീ ഇവിടെ ഇരിക്കേ. എന്താ പ്രാഞ്ചിയേട്ടാ? സൂസേ, എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്തൊരു കാര്യവും നീയായിട്ട് ഞാൻ ഷെയർ ചെയ്യാറില്ലേ? എന്താ ഇപ്പൊ ഒരു മുഖവരൊക്കെ? പ്രാഞ്ചേട്ടൻ കാര്യം എന്താ വെച്ചാ പറയൂ. അല്ലടി, ഇന്നിപ്പോ എന്റെ പഴയ കൂട്ടുകാര് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിരിക്കല്ലേ. അതിന് അല്ല, അതിനിപ്പോ ഒന്നുമില്ല. അവരായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ഒരു കമ്പനി ഇങ്ങനെ, അതൊക്കെ അല്ലടി ഒരു ലഹരി. എന്റെ പ്രാഞ്ചിയേട്ടാ, വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന കൂട്ടുകാരല്ലേ, അപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? ആ കൂടിക്കാഴ്ച തന്നെ ഒരു ലഹരിയല്ലേ? അതാണ്. അതിനിടയ്ക്ക് എന്തിനാ പ്രാഞ്ചിയേട്ടാ ഈ മദ്യപാനം? അത് വേഷം തന്നെ പോത്തെ, അതെനിക്കറിയാം. അത് മനുഷ്യ ശരീരത്തിന് ഒരു ഗുണം ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഞാനാണെങ്കിൽ അവരോട് പറഞ്ഞും പോയി. അല്ല, നിനക്കിഞ്ഞ് വേണമെങ്കിൽ അവരുടെ മുമ്പിൽ എന്നെ വഷളാക്കാം. സൂസേ, ഇതൊക്കെ ഇതോടുകൂടെ മദ്യം എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ എൻ്റെ ശരി, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. കർത്താവേ, അല്ല, ഉത്തമയായ ഒരു ഭാര്യ ഇങ്ങനെ തന്നെ ആയിരിക്കണം, ഉത്തമനായൊരു ഭർത്താവ് ഇങ്ങനെ. സൂസ, എന്തായത് ഇത് എന്തിനാ പ്രാഞ്ചേട്ടാ ഇങ്ങനെ കള്ളു കുടിക്കുമ്പോ നല്ല വിളിക്കണേ? നെല്ലുവിളിക്ക് അവര് കവാലി പാടിയതാ. എന്തോട്ട് കവാലിയോ? ആരോട് ഈ പറയണത്? ഗസല് കവാലി എവിടുന്ന് കേൾക്കാനാ? അതൊക്കെ ഇങ്ങനെയാണോ പ്രാഞ്ചേട്ടാ പാടുന്നത്? ആൾക്കാർ കേട്ടതൊന്നും ഇതൊരു മരണ വീടാണ്. സൂസ, ബാബുൽ ഗായകരെന്ന് കേട്ടിട്ടുണ്ട? നീ ലാലു ഫക്കീർന്ന് കേട്ടിട്ടുണ്ട? ഓക്കെ, നിന്റെ ഈ പ്രാഞ്ചേട്ടൻ ജീവിതം ഒന്നും മാറി മറിഞ്ഞിരുന്നെങ്കിൽ ലോകം അറിയുന്നൊരു ബാബുൽ ഗായകനായല്ലേ. എന്നിട്ട് എന്താ ആവാനത്? അല്ല, അത് ഞാൻ ഏത് പാട്ട് പാടിയാലും മാർഗം കളിയുടെ ടൂണാവലൂടെ ഞാൻ തൊട്ട് ചെയ്യാ. അതിനിപ്പോ എന്താ മാർഗം കളിയുടെ ട്യൂണിന് കുഴപ്പം? ഇതിന് കുഴപ്പമുണ്ടായിട്ടല്ലേ പോറേ. എന്നാലും ഈ ഗസലൊക്കെ മാർഗം കളിയുടെ ടൂണിൽ പാടിയ ഒരു അക്രമല്ലേ. നിങ്ങൾ എത്ര വീശി? ഞാനാ? അല്ല, ഞാൻ തൊട്ടിട്ടില്ല. ഞാൻ കേട്ടോ. ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ഒഴിച്ചു കൊടുത്തു എന്നല്ലാണ്ട് നമ്മള് കുടുംബക്കാരഞ്ഞിരുന്നിട്ട് അങ്ങോട്ട് വീഴുക. ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ? ട്രെച്ചിങ് തീർന്നത് എനിക്കല്ല, അവർക്കാന്ന്. വേഗം കൊടുക്ക്. എന്താ പാട്ടില്ലേ? പാട്ടന്നല്ലേ അത്? വേണ്ടാക്കി കൊണ്ടുപോവാ. കൈ പൊള്ളിക്കണ്ട വെറുതെ. പ്രാഞ്ചിയെ നിനക്ക് ഓർമ്മയുണ്ടാ? നമ്മുടെ ഒപ്പം 7ാം ക്ലാസ്സിൽ പഠിച്ചൊരു പോളിട്ടനെ. അവ ഈ മോട്ടറിന്റെ പരിപാടി അവ ഇത്രയും ബോംബെയില് സാക്കിനാക്കിയാല് 3 കല്ലൂർ കമ്പനി ഉണ്ട്. വെറുതെ അല്ല, അവൻ ചില്ലറക്കാരനല്ല. അവന്റെ പെണ്ണ് വീട്ടിൽ നിന്ന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തില് ബോംബെയിൽ 3 കടയൊന്നും വെക്കാൻ പറ്റില്ല. അതും സാക്കിനാക്കിയാല് ഇത്ര ബുദ്ധിമുട്ട് തന്നെയാ. എന്താ മതി. ഈ കൈപ്പുണ്യം എന്ന് പറഞ്ഞത് ഒരു സംഭവ. ഈ അച്ചാറ് എന്താ ടേസ്റ്റ്! അത് ഞാൻ കുന്നംകുളത്തങ്ങാടിന്ന് പാക്കറ്റ് അച്ചാർ വാങ്ങിയതാ. എവിടുന്ന് മേടിച്ചാലും കൈപ്പുണ്യ ഒരു സംഭവ അല്ലേ? ഉണ്ടാക്കുന്നല്ലേ, നമ്മൾ എത്ര വിചാരിച്ചു അത്രയൊന്നും ഉണ്ടാവില്ല. എന്തുകൂടെ വിളി പറഞ്ഞ അച്ചാറ് മിഷീനല്ല. അത് ഈ കുടുംബശ്രീയിലെ പെണ്ണുങ്ങള് കൈ കൊണ്ടുണ്ടാക്കണതാ. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, കാര്യം അറിയേണ്ട ഓരോന്ന് പറയുന്നു. എന്റെ അളപ്പന്റെ ഒരു മോനുണ്ടായിരുന്നേ, അവൻ ഗൾഫിലായിരുന്നു. അവൻ വന്നപ്പോ ഇതുപോലൊരു അച്ചാർ ഉണ്ടാക്കുന്ന മെഷീൻ കൊണ്ടുവന്നു. ഉണ്ടാവും, തർക്കം വേണ്ട. അന്നാലും എന്റെ പ്രാഞ്ചിയെ നന്റെ പെണ്ണുവർത്തി ഇങ്ങനെ പുള്ളടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടാ. എന്റെ ഭാര്യക്കളും കടത്തി കെട്ടി.
ശരിക്കും ഒരിക്കലേ അതെ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വിശ്വസിക്കാലോ. നീ എന്തുട്ടി പറഞ്ഞേ? ഉം. നീ ഞങ്ങൾ ഒന്നിച്ച് ബോംബെയില് അതൊക്കെ ശരി തന്നെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കാലം കുറെ ആയില്ലേ. ഈ മനുഷ്യന്മാർക്ക് മാറ്റം വരാനേ അധിക സമയമൊന്നും വേണ്ട. ഞാൻ എന്താ പൊട്ടറ? കണ്ണി കണ്ടുള്ളവരൊക്കെ ഞാൻ വീട്ടിലേക്ക് കയറ്റുമോ? ഡീ സൂസേ, ഓരോരുത്തരും കൊണ്ട് ഓരോ തരത്തിലുള്ള കൂട്ടുകാര്. ഉമ്മടക്ക് ഈ വർഗീസ് കാര്യം പുണ്യാളുടെ പേരെ കന്യാ. പക്ഷെ അവന് ഞാൻ ഈ വീടിന്റെ ഉമ്മറ കാണിക്കോ? അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ. നീ ധൈര്യമായിട്ടിരിക്കുന്നു സൂസേ. ഈ വീട്ടിലെ അലമാരയിൽ സ്വർണ്ണം ഉണ്ടെന്നും പണം ഉണ്ടെന്നും ഒക്കെ എനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. അവരുടെ കാര്യത്തിലേ ഞാൻ കരണ്ടിയാ പോലെ. എനിക്കത് മതി. എന്നെ വിശ്വാസമില്ലേ എനിക്ക്? എനിക്ക് വേറെ ആരെയാ വിശ്വാസം? ആ ശംഭുവോ ഗോപിയെ പെങ്ങളെ പെങ്ങൾക്ക് ബുദ്ധിമുട്ടായോ? പ്രാഞ്ചിയ നമ്മള് നല്ല സാധനത്തെ കഴിച്ചത്. ഇങ്ങനെ പിച്ചാവണോ? പ്രാഞ്ച് നീ ഇവിടെ കേൾക്കണ്ട. നമുക്ക് പഴയ കഥകളൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു കൊടുക്കണം. അതൊന്നും വേണ്ട, നിങ്ങൾ കിടന്നു. പ്രാഞ്ചിയ നിനക്ക് ബോംബെയിലെ സാവിത്രി നിങ്ങൾ കിടന്നേ കിടന്നേ. ഓക്കെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീയല്ലേ ഇത്ര നേരം ഉറക്കം വരുന്നതൊക്കെ പറഞ്ഞു. വാ പോവാ. സാവത്രി അവന്റെ മുറപ്പെണ്ണ പ്രശ്നം പിടിച്ച് ചത്തു. വാ ഒത്തിരി ചത്തുവോ? അതെന്താ? സൂസേ, നിന്നെന്ത് ഈ നാല് തൊട്ടക്കാലന്മാര് മാറ്റി വെച്ചേക്കണ്? ഇവിടെ അടുത്തേക്ക് കിടക്കടി. ചെന്നാ സാവിത്രി വന്ന് കിടക്കാൻ പറ. സാവിത്രിയാ? നീ കരുതുന്ന പോലെ അങ്ങനെ ഒരു പ്രശ്നമൊന്നല്ലാതെ. ഞാൻ അകത്ത് പോയി കിടക്കണോ? വേണ്ട വേണ്ട. ഈ മിണ്ടല്ല അവിടെ കിടക്കാൻ നോക്ക്. നീ ഇന്നത്തെ നല്ല മൂഡ് കളയില്ലേ അമ്മണി? അമ്മിണിയാ? സൂസ, ഞാൻ സ്നേഹം കൂടിട്ട് വിളിക്കണം. അമ്മണിക്ക് ഇങ്ങനെയൊക്കെ വിളിക്കില്ലേ നമ്മള്? എന്ത് വിളിച്ചാലും കുഴപ്പമാണല്ലോ. അല്ലെങ്കിൽ ഈ സൂസാന്നുള്ള വിളി എന്നെ മാറുന്നു. എനിക്ക് മനസ്സിലായി. പേര് മാത്രമല്ല, എന്നെ അമ്മടത്തേക്ക് എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്ക്. അത് മാത്രം ഇപ്പൊ എന്തിട്ട് ഇവിടെ ഉണ്ടായേ? ഇതപ്പ നല്ല കൂത്ത്. അയ്യാ എന്താ ഇത്ര വലിയ ചിന്ത? ഞാൻ അവിടെ പോയി കിടക്കണോ? അവിടെ കിടക്കും മനുഷ്യ. സൂസൻ പോ അവിടുന്ന്. ലോറി സമരമല്ലേ? ലോറി സമരമാണ്. ലോറി സമരം. അവിടെ ഇവിടെ അവിടെ കാണാണ്ടിരിക്കുക. ഇവിടെ അറിഞ്ഞ പ്രശ്നമില്ലേ? അതും ശരിയാ. പിന്നെ
മെല്ലെ പറഞ്ഞ അവര് കേട്ട് കേൾക്കാൻ വഴിയില്ല, രാത്രിയല്ലേ. നമുക്ക് മെല്ലെ അങ്ങോട്ട് നടന്നു പോവാം. പിന്നെ ധൈര്യമായിട്ടിരിക്കണം. അതെ, ഞാൻ പറഞ്ഞത് നടക്കില്ല, അവിടെ നടക്കില്ല. മിണ്ടരുത്, ഞാൻ പറഞ്ഞ് കേൾക്കാൻ മതി. അതെ, ഇത് പ്രശ്നമാവരുത്. ആരെങ്കിലും കാണോ? അതിൻ്റെ എന്തെങ്കിലും എന്തടി എന്ത് അവിടെ പോയി നോക്ക്. എന്താണ് എപ്പോഴും പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റും. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായേ? ഒന്ന് നോക്ക്, വാ ഇങ്ങിട്ട്. കണ്ടില്ലേ, എപ്പോഴും പറഞ്ഞതാ. അവർ ശ്രദ്ധിക്കുന്നു. ഇവിടെ ഈ ഞാൻ പറഞ്ഞു കേട്ടോ. അവർ ഇത് ചില്ലറ സംഭവമല്ല കേട്ടോ. നമ്മുടെ ഫ്രണ്ടാ, പക്ഷെ പറയരുത്, പറയരുത്. പെങ്ങളറിഞ്ഞാലോ അതൊന്നും ഇനി നോക്കാല്ല. അതെ, ഞാൻ പറഞ്ഞ അലമാരയിലെ സോൺ എടുത്ത് പിന്നെ അമ്പലത്ത് മതിലിന് പുറത്തോട്ട് ഇടുവാ. എന്തായി? എന്തടാ എന്തുട്ടാ നിങ്ങളിവിടെ കാട്ടണേ? മിണ്ടാണ്ടക്ക് ഞാൻ പറയാം. കിടക്കയിലും വാങ്ങി വെച്ചു. അത് നിങ്ങള് അറിയണേക്ക് മുമ്പ് കഴിക്കലാന്ന് വെച്ചു. പുറപ്പ് ഞാൻ കിണറ്റിലേക്ക് കഴുകി പോയിട്ടുണ്ട്. നിലം തുടയ്ക്കാൻ തുണി നോക്കിയപ്പോ കരണ്ട് കട്ട. ഇതിപ്പോ പുറത്താരോടും പറയണ്ട. മനുഷ്യനും സൂസേ വേറൊന്നല്ല, പെങ്ങളറിഞ്ഞു. മോശമായി. പെങ്ങളെന്നല്ലേ വിളിച്ചത്? അതിന്റെ അവകാശം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ.
ഞാൻ എന്തേ കാണ